ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു എന്നുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ്സാണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ശാന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലേക്ക് പോയത്. ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ എടുത്തു ചാടിയുള്ളൊരു തീരുമാനം കൊണ്ടായിരിക്കാം ഈ ഒരു വേർപാട് നിങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഇപ്പോൾ അവർ ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയധികം സ്ട്രഗിൾസ് ഓൾറെഡി അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിലും അവർ നിങ്ങളുടെ ചിന്തകളെ ഉയർത്തി പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അത്രയും അവരുടെ ചുമലിൽ ഭാരമേൽക്കുന്ന പോലെ അത്രയും വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സമയമാണ്. അവരുടെ കരിയറിലായാലും അത്രയും ഒരു പ്രോഗ്രസിൻ്റെ സമയമാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവിടെയും അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നതും ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഫലമെന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾക്കും ഈ പേഴ്സണും ഒന്നിച്ചു ചേരാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ഫ്യൂച്ചറിൽ വരുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നും കാണുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം മറ്റു വ്യക്തികളിലൂടെയോ മറ്റൊരു പാത്തിലൂടെയോ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളുമായിട്ട് നേരിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തതായിട്ടൊരു സാഹചര്യം കാണുന്നുണ്ട്. ആ ഒരു പാത്ത് ഓപ്പൺ ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് അത്രത്തോളം ചിലപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലായി കാണും, അല്ലെങ്കിൽ അത്രയും ഒരു സെപ്പറേഷനിലേക്ക് മാനസികമായിട്ട് അത്രയും അകന്നൊരു സാഹചര്യമായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ സെപ്പറേഷൻ വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ തന്നെ മിസ്സാവുന്നുണ്ട്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ആ ഒരു കാര്യം മനസ്സിലായത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാത്തിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അവർക്ക് ഈ ഒരു സ്ട്രെസ്സ് അനുഭവപ്പെട്ടിരുന്നില്ല, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്യാൻ ഒപ്പം നിങ്ങൾ ഉണ്ടായിരുന്നു, സപ്പോർട്ടീവായിരുന്നു. നിങ്ങളുടെ ഓരോ സംഭാഷണങ്ങളും അവർക്ക് ഒരുപാട് ഊർജം നൽകിയിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന സമയം കൂടിയാണിത്. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇത്രയും ആഴത്തിൽ നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഒരു കെയറിങ് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും അവർ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിപ്പോകണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവണം എന്നൊക്കെയും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, ബ്ലോസമിങ് അബൻഡൻസ്, ഒരുപാട് പോസിറ്റീവ് കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവപ്പെടുന്ന ഒരുപാട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആ സാഹചര്യങ്ങളെല്ലാം മാറി മറിയാൻ പോവുകയാണ്. ആ വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട്. സ്പിരിച്വലി അവർ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് പ്രാർത്ഥനകളിൽ ഏർപ്പെടുക. ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ്റെ ഒരു റീസൺ എന്തായിരുന്നു, അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എന്തായിരുന്നു എന്നൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് അത്രയും സ്നേഹം കൊണ്ട് നിറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത ഒരു രാത്രികളുമില്ല. എല്ലാ രാത്രികളിലും അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അത്രയും അവരിപ്പോൾ ടെൻസ്ഡ് ആവുന്നു.
ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ വിട്ടു പിരിയാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെ ഒത്തിരി ഒത്തിരി ചേഞ്ചസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് യെസ്, ഡോട്ട് ടു വാല്യൂ, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇല്ലാണ്ടായപ്പോൾ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു, ഇങ്ങനെ ഒരു കമ്പാരിസൺ പോലും അവർ നടത്തുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലൈഫിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അവർ അത്തരം കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.